ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ വ്യാപാരി സമൂഹത്തെ പ്രതികരിച്ചുകൊണ്ടാണ് സമിതി ഇവിടെ വന്നിരിക്കുന്നത്. 500ഓളം ആൾക്കാർ ഇവിടെ പാർലമെൻറ്റ് മാർച്ച് നടത്തി, ധർണ നടത്തി. ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എല്ലാ ചെറുകിട വ്യാപാരികളുടെയും ആവശ്യങ്ങളാണ് ഇവർ യഥാർത്ഥത്തിൽ അവരുടെ അവകാശ പട്ടികയിലൂടെ പ്രതിഫലിപ്പിക്കുന്നത്. ഈ GSTയിലുള്ള അശാസ്ത്രീയതകൾ 18%, അതുപോലെ ഇവർക്കുള്ള റെൻറ്റുകൾ, അവർക്ക് യാതൊരു പാക്കേജോ ക്ഷേമ പദ്ധതികളോ ഇല്ലാത്തൊരു അവസ്ഥ, കൊമേഴ്സ് രംഗത്തെ ഭീമന്മാർ ഈ വ്യാപാരികളെ ഞെരുക്കുന്നത്, അങ്ങനെ നമ്മുടെ നാടിൻ്റെ ഒരു കാവലാളായിരുന്ന ചെറുകിട വ്യാപാരികളെ ഉന്മൂലനം ചെയ്യുന്ന കേന്ദ്ര നയത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ഏതൊരു ജനപ്രതിനിധിയുടെയും ഉത്തരവാദിത്തമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിവിടെ ഈ പരിപാടിക്ക് വേണ്ടി വന്നത്. പുതിയ IT ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. നിലവിലെ പാകപ്പിഴകളെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ളൊരു ബില്ലായിരിക്കും വരിക. IT ബില്ലിൻ്റെ കരട് ഞങ്ങൾ കണ്ടിരുന്നു. ലളിതമാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ലളിതമാക്കാൻ വേണ്ടിയിട്ട് മുൻകാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ബില്ലുകളും അത് സങ്കീർണമാക്കാനും ജനങ്ങളുടെ ഇടയിൽ നിന്ന് പണം അപഹരിക്കാനുമുള്ള ഒരു മാർഗമായിട്ടാണ്. ഇപ്പോൾ മധ്യവർഗത്തിന് 1 ലക്ഷം കോടി രൂപയുടെ ഇളവുകൾ നൽകി എന്ന് പറയുന്ന അതേ മന്ത്രി തന്നെ അതേ റിസീപ്റ്റ് ബജറ്റിൽ പറയുന്നൊരു കാര്യമുണ്ട്. അടുത്ത വർഷം ഞാൻ 2 ലക്ഷം കോടി രൂപയധികം ഈ മധ്യവർഗത്തിൽ നിന്ന് അധികമായിട്ട് ആദായ നികുതിയായിട്ട് കൈപ്പറ്റാൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു മധ്യവർഗ അനുകൂല ബജറ്റായിരുന്നോ മധ്യവർഗ വിരുദ്ധ ബജറ്റായിരുന്നോ എന്നുള്ള കാര്യം ജനങ്ങൾ പരിശോധിക്കണം. ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അവരടിച്ച ഒരു പ്രഖ്യാപനമായിരുന്നു. പക്ഷേ ഈ നിയമനിർമ്മാണങ്ങളൊക്കെ ഇപ്പോൾ GST വരുമ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് അതൊക്കെ ഈ നികുതി ഘടനയെ ലളിതമാക്കുകയും ജനങ്ങൾക്ക് ആശ്വാസം പകരുകയും എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് GST എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ നാട്ടിലെ ചെറുകിട ആൾക്കാരെ കംപ്ലീറ്റ് ഉന്മൂലനം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരു പഴം പൊരിച്ചത് കഴിക്കണേ 18% GST-യാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊരു ഉണ്ടാക്കുന്നൊരു ഉൽപ്പന്നത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ ഉൽപ്പന്നത്തിൻ്റെ മുകളിൽ ചുമത്തിയിരിക്കുന്ന നികുതികളൊക്കെ യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയാണ്? അതേസമയം ലക്ഷക്കണക്കിന് കേരളത്തിൽ തന്നെ 15 ലക്ഷത്തോളം വ്യാപാരികളുണ്ട്. അപ്പോൾ ഇന്ത്യ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ എത്ര വ്യാപാരികളാണ്? ലക്ഷക്കണക്കിന് ആൾക്കാർ. അവരുടെ ജീവിത മാർഗം വഴിമുട്ടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വൻകിട കോർപ്പറേറ്റുകൾക്ക് യഥേഷ്ടം കോടാനുകോടി ലക്ഷക്കണക്കിന് കോടിയുടെ ഇളവുകൾ നൽകുമ്പോൾ ഈ പാവപ്പെട്ട വ്യാപാരികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 14-15 ലക്ഷം കോടി രൂപയാണ് വൻകിട കോർപ്പറേറ്റുകളുടെ കിട്ടാക്കടമായിട്ട് ഗവൺമെൻറ്റിന് സമ്മതിച്ചിരിക്കുന്നത്. അതേസമയം ഇവരുടെ കടബാധ്യത ഒന്ന് എഴുതിത്തള്ളുക, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഒരു ആശ്വാസ പദ്ധതി പ്രഖ്യാപിക്കുക, ഇങ്ങനെ ഒരു സംഭവവും ഈ കേന്ദ്ര സർക്കാരിൻ്റെ പട്ടികയിലില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടെ പ്രക്ഷോഭം നടത്തുന്നത്. പാക് അതിർത്തിയിൽ അദാനിക്ക് വീണ്ടും ഒരു വൈദ്യുതി നിലയം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ബ്രിട്ടനിലെ പത്രം ഗാർഡിയനാണത് പുറത്തു കൊണ്ടുവന്നത്. ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. അതായത് രാജ്യരക്ഷയെ പോലും സന്ധി ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്ന ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഗാർഡിയൻ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാതിരുന്നത്? അത് മാത്രമല്ല, ഇത് സംബന്ധിച്ച് ഇന്ത്യൻ സൈന്യം മിലിറ്ററി ചില വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയപ്പോൾ ആ വിയോജിപ്പുകൾ പരിശോധിക്കാനും പരിഹരിക്കാൻ വേണ്ടിയും രഹസ്യ ഉന്നതതല യോഗം വിളിച്ചുവെന്നും അതിൽ അദാനി പറഞ്ഞ എല്ലാ നിബന്ധനകളും അംഗീകരിപ്പിക്കുന്ന രീതിയിലേക്ക് വിവിധ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയെടുത്തുമെന്നാണ് ഗാർഡിയൻ പറയുന്നത്. ഇത് ഏതൊരു വ്യക്തിയും ഉത്കണ്ഠപ്പെടേണ്ട ഒരു തീരുമാനമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് ഏറെ വ്യാകുലപ്പെടുന്ന ഉത്കണ്ഠപ്പെടുന്ന BJPയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് വരുന്നതെന്നുള്ള കാര്യം നമ്മുടെ ജനം മനസ്സിലാക്കണം. വഖഫ് ലിസ്റ്റ് ചെയ്തിട്ടില്ല. വഖഫ് ഇവിടെ ഈ ഗവൺമെൻറ് കൊണ്ടുവരുന്ന എല്ലാ ബില്ലുകളും എന്തിനു വേണ്ടിയാണ്? ഈ സമൂഹത്തിൽ ധ്രുവീകരണം സൃഷ്ടിക്കാൻ വേണ്ടി. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞു. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഏകീകൃത വ്യക്തി നിയമം എന്നുള്ള. ഇപ്പോൾ പറയാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഓരോരോ നിയമം കൊണ്ടുവരികയാണ്. പിന്നെ നോക്കുക ഇതിൻ്റെ ഒരു മൗഢ്യം എന്നുള്ളത്. ഇത് ചുരുക്കത്തിൽ നമ്മുടെ സമൂഹത്തിൽ ആൾക്കാരെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ മാത്രമാണ് കൊണ്ടുവരുന്നത്. നേരത്തെ മുത്തലാഖ് കൊണ്ടുവന്നു, മുത്തലാഖ് നിരോധനം. അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അഭിവൃദ്ധി ഉണ്ടായെന്ന് ഈ ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ടോ? ഒന്നുമില്ല. അതായത്
സമൂഹത്തെ പല തട്ടുകളിലാക്കുക. അതേസമയം സാധാരണക്കാരുടെ അധ്വാനിക്കുന്നവരുടെ അവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ വയനാട് ദുരന്തമുണ്ടായി, ₹1 മാറ്റിവെച്ചു. അപ്പോൾ ഈ സമീപനമാണ് ഉള്ളത്. ഇപ്പം വന്യമൃഗ പ്രശ്നം യഥാർത്ഥത്തിൽ ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. അതായത് ഒട്ടുമിക്കവാറും സംസ്ഥാനങ്ങളുടെ ഇപ്പോൾ കർണാടകയിൽ, തമിഴ്നാട്ടിൽ, ഞാനിപ്പോൾ കർണാടകയിലെ എം പിമാരോടും തമിഴ്നാട്ടിലെ എം പിമാരോടും സംസാരിച്ചപ്പോൾ കേരളത്തിൻ്റെ അതേ പ്രതിസന്ധിയാണുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ UDF എം പിമാർ അത് സംബന്ധിച്ച് ശബ്ദം ഉയർത്തുമ്പോൾ എനിക്ക് അവരോട് ചോദിക്കാനൊരു കാര്യമുണ്ട്. 1972 സംസ്ഥാനങ്ങളുടെ പട്ടികയിലുണ്ടായിരുന്ന, അധികാരത്തിലുണ്ടായിരുന്ന ഈ വിഷയത്തിൽ കൈകടത്തി കടന്നു കയറി നിയമനിർമ്മാണം നടത്തിയത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റാണ്. അതിനുശേഷമാണ് പിന്നീട് ഈ പറഞ്ഞ ഈ വന്യ ഫോറസ്റ്റും മറ്റു കാര്യങ്ങളും ആ മേഖല കൺകറന്റ് ലിസ്റ്റിലേക്ക്, സമവർത്തി പട്ടികയിലേക്ക് മാറ്റിയത്. ഇത് സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്ന സമയത്ത് പോലും കേന്ദ്ര ഗവൺമെൻറ് നിയമനിർമ്മാണം ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ 1972 മൂല നിയമത്തിൽ 7 തവണ ഭേദഗതി വരുത്തി. ആ 7 തവണയിൽ 5 ഭേദഗതി നടത്തിയത് കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ്. അതിനുശേഷം 2 ഭേദഗതി നടത്തിയത് BJP ഗവൺമെൻറ്റുകളാണ്. ഈ ഭേദഗതികളൊക്കെ മനുഷ്യൻ്റെ പക്ഷത്തു നിന്നുള്ളായിരുന്നില്ല. അത് വനത്തിൻ്റെ പക്ഷത്തു നിന്നോ അല്ലെങ്കിൽ വന്യമൃഗത്തിൻ്റെ പക്ഷത്തു നിന്നായിരുന്നു. മനുഷ്യന് വേണ്ടിയാണ് നമ്മൾ നിയമനിർമ്മാണം നടത്തേണ്ടത്. പക്ഷെ മനുഷ്യന് വേണ്ടി നിയമനിർമ്മാണമല്ല ഇവിടെ നടന്നിട്ടുള്ളത്, അതിന് ഭേദഗതി നടന്നിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കാട്ടുപന്നികൾ പെറ്റി പെരുകയാണ്. എത്ര തവണ ഞങ്ങളിതിന് പോയി നിവേദനം നൽകി ഭൂപേന്ദ്ര യാദവിനെ. അതായത് ഇതിനെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം. ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ജനത്തിന് ഇത് കൊന്നു തിന്നാം. ഇപ്പം നമ്മുടെ നാട്ടിലെ കാട്ടുപന്നിയെ ഇപ്പം കൊല്ലണമെങ്കിൽ ആരുടെയൊക്കെ പെർമിഷൻ വേണം. കൊന്നു കഴിഞ്ഞാൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. ഇനി അഥവാ എന്തെങ്കിലും അപാകത ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരംതിരിഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ വേണേൽ കേസെടുക്കും. നമ്മുടെ നാട്ടിലെ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണ നിയന്ത്രണമെന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനല്ല, അത് കേന്ദ്ര ഗവൺമെൻറ്റിന്. വെച്ചാൽ ആ ഒരു നിയമത്തിൻ്റെ പ്രത്യേകത അതാണ്. ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നിരവധി ഹൈക്കോടതികൾ ചോദിച്ചു, നിങ്ങൾ ആരുടെ പെർമിഷൻ എടുത്തിട്ടാണ് ഈ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നത്? അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥന്മാർ അവരുടെ നില സുരക്ഷിതമാക്കാൻ വേണ്ടി മാത്രമേ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ കാതലായിട്ടുള്ള, കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ അനിവാര്യമാണ്. ഏത് നിയമനിർമ്മാണവും മനുഷ്യൻ്റെ പക്ഷത്തു നിന്നായിരിക്കണം, അതല്ലാതെ മൃഗത്തിൻ്റെ പക്ഷത്തു നിന്നാകരുതെന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവ് കൂടിയാണ്.